നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന പരമ്പരയുടെ ഭാഗമായി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള കുറച്ച് തീരദേശ മനോഹര കാഴ്ചകളിലേക്കാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് കോവളം, പൂവാർ, അടിമലത്തറ തുടങ്ങിയ പല മനോഹരമായ തീരപ്രദേശങ്ങളുടെ കാഴ്ചകളാണ് ഞങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, നമ്മളിൽ എത്ര പേരാണ് കേരളം മൊത്തം കണ്ടിട്ടുള്ളത്? അത് മനസ്സിലാക്കിയിട്ടാണ്. എൻ്റെ സുഹൃത്തുക്കൾ പലരും കേരളം മൊത്തം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ എഫർട്ട് എടുത്ത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും കേരളം കാണണം എന്ന് ആഗ്രഹമുള്ള സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഈ എപ്പിസോഡുകൾ ഫോളോ ചെയ്യുക. ഇന്നത്തെ അതിമനോഹരമായ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തിന് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ 2-3 നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. അതിൽ ഒന്നാണ് പൂവാർ എന്ന് പറയുന്നത്. പൂവാർ അതിമനോഹരമായ ഈ വളരെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ് വളരെ സൗമ്യമായ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ കുറച്ച് സമയം കഴിയണമെങ്കിൽ പൂവാർ നല്ല ഒരു ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് നമ്മൾ പൂവാറിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ പൂവാറിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് നേരെ പൂവാറിലേക്കാണ്. ഇതിൽ അപ്പുറം കടന്നു കഴിഞ്ഞാൽ പൂവാറിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പൂവാറിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കായലും നദികളും ഇതെല്ലാം ചെന്ന് കടലിലേക്ക് ചേരുന്ന സ്ഥലങ്ങളും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉള്ള അതിമനോഹരമായ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് 1 ദിവസമോ 2 ദിവസമോ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പൂവാർ. നമ്മൾ പൂവാറിലെത്തിയിരിക്കുകയാണ്. നമുക്ക് താഴെ കാണുന്ന പോലെ വിവിധ തരം ബോട്ടുകളാണ് നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ബോട്ടിലൊക്കെ എടുത്ത് കണ്ടൽക്കാടുകൾക്ക് ഇടയിലൂടെ പോയി നമ്മളിത് കടലിൽ ചെന്ന് ചേരുന്ന സ്ഥലത്തൊക്കെ പോകുന്നത് വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബോട്ട് റൈഡ് അതിമനോഹരമാണ്. കണ്ടൽക്കാടുകൾക്കിടയിലൂടെ നമ്മൾ കടലിലേക്ക് ചെന്ന് ചേരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ആ വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അവിടെയാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയ മറ്റ് കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉള്ളത്. അവിടുത്തെ ആ കടൽ തീരവും അതിമനോഹരമാണ്. നമുക്ക് കരയ്ക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കാനും ഒക്കെ ആയിട്ട് അവിടെ ശരിക്കും കടകളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഈ ബോട്ടെടുത്ത് ഇതിൻ്റെ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ കണ്ടിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ള ഈ ബോട്ട് യാത്രയുണ്ടല്ലേ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് ശരിക്കും നെയ്യാറാണ്. നമ്മുടെ നെയ്യാർ ഡാമിൽ നിന്നും ഇങ്ങോട്ട് വരുന്നതാണ്. ഞങ്ങളുടെ ഈ പൂവാറിൽ വന്നാണ് ഈ നദി അറേബ്യൻ കടലുമായിട്ട് ചേരുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് ബോട്ടിലൂടെ പോകാനുള്ള സൗകര്യമേ ഉള്ളൂ. റോഡ് അവിടെ വരെ പോകത്തില്ല. അതുകൊണ്ട് ആ സ്ഥലം, ആ ബീച്ച് വളരെ വൃത്തിയുള്ളതും വെടിപ്പുള്ളതുമായിരിക്കും. അത് ഈ നമ്മൾ ഇവിടെ അതുകൊണ്ടാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ വരികയും ഞങ്ങൾ ബോട്ടിംഗ് ഇപ്പോൾ ഏകദേശം ബോട്ടിംഗ് ആണ്. 26ഓളം ബോട്ട് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട്. ഒരു 250 പരം ബോട്ടും ഇവിടെ ഉണ്ട്. ഈ പുഴ പോയി സംഗമിക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെ പുഴയുടെ ഇക്കരക്കര വളരെ നല്ല റിസോർട്ടുകളും അവിടെ ആഹാരം കഴിക്കാനുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കാതെ നമുക്കിതിൻ്റെ ഈ പൂവാറിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കുമ്പോൾ കാര്യങ്ങളും പറയാം. ശരി, നമുക്ക് അങ്ങോട്ട് പോകാം. ശരി, ഓക്കെ. ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ പോകുന്നത് മാംഗ്രോവ്സ്, അതായത് കണ്ടൽക്കാടുകളുടെ ഇടയിലേക്കാണ് പോകുന്നത്. അതെ, ഇപ്പം നമ്മൾ നേരെ പോകുന്നത് കണ്ടൽക്കാടാണ്. ഇത്
എല്ലാം ചെറിയ ചെറിയ ദ്വീപുകളാണ്, ഐലൻഡാണ്. ഇതും ഒരു ഐലൻഡാണ്. ഈ ഇതിന് ചുറ്റും ഇവിടെ ഇത് കനാല്, പുഴ ഇതിങ്ങനെ ചുറ്റി വരും. ഇതൊരു ഐലൻഡാണ്, ഇതൊരു ദ്വീപാണ്. അവിടെ ആൾതാമസമില്ല. ഇത്തരം ചെടി ഈ നമ്മുടെ ഈ പുഴയുടെ കരകളിൽ ഒത്തിരി ഉണ്ട്. അതിന്റെ പൂക്കൾ ഇങ്ങനെ വീണ് പുഴയിലേക്ക് വീഴാറുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇത് നിറഞ്ഞു കിടന്നത് കണ്ടുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പൂവാർ എന്ന് പേരിട്ടത്. ആ കാലത്തിലുള്ള ഉണ്ടായിരുന്ന ചെടികളും മരങ്ങളും എല്ലാം തന്നെ അങ്ങനെ നിലനിർത്തുന്നുണ്ട്, ഒന്നും വെട്ടി നശിപ്പിച്ചിട്ടില്ല. ഈ നമ്മൾ പോകുന്നതിന്റെ വലത് സൈഡിൽ കംപ്ലീറ്റ് നിറച്ച ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് നമ്മുടെ മോസ്ക്, അതിന് അപ്പുറത്ത് അത്രയും ആൾക്കാരാണ്. ആൾക്കാർ ഇവിടെ ഒന്നുമില്ല, ജനവാസമില്ല, ഇല്ല, ഭാഗത്തില്ല. ഇതൊക്കെ പക്ഷികളാണ്. നീർക്കാക്ക, കുക്ക്, അതെ, വിവിധതരം പക്ഷികളുണ്ട്. നീലപ്പൊന്മാനുണ്ട്, നീലപ്പൊന്മാനുണ്ട്, വിവിധതരം കുക്കുകളുണ്ട്, ഒത്തിരി പക്ഷികളുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് റിസോർട്ടും പിന്നെ വീടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും. പൂവാറിൽ പ്രധാനമായിട്ടും ആൾക്കാർ വരുന്നത് ഈ ബോട്ട് റൈഡ്. അതെ, അതിനാണ്. അതെ, ബോട്ടിങ്, പിന്നെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയും വരുന്നുണ്ട്. അതോടൊപ്പം സീസൈഡും മാതാവിന്റെ ഒരു സ്റ്റാച്ചു കിടക്കുന്നതായിട്ടാണ്. നാച്ചുറൽ ആയിട്ടുള്ള പാറയുടെ പുറത്ത് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പാലം കാണുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് നേരെ നമ്മൾ ആ പാലം കടന്ന് അപ്പുറത്ത് 2 കിലോമീറ്ററോളം ഈ നദിയിലൂടെ പോയി കഴിഞ്ഞാൽ തമിഴ്നാടായി. മനോഹരമായ ഒരു വ്യൂ ആണ്. ഇവിടെ നമ്മളെ നദി വന്നിട്ട് കടലിലേക്ക് ചേരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ട്രിവാൻഡ്രം സിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ട്രിവാൻഡ്രം സിറ്റി എത്രയോ അടുത്താണ്, വളരെ അടുത്താണ്. പൂവാറെന്നും 3/4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താം. നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം. അപ്പൊ ഇതിപ്പോ പൊഴി ഇവിടെയാണ് ചേരുന്നത്. അവിടെയാണ് ഒഴുക്ക് നിന്നു. ഇത് വന്നെന്ന് തോന്നുന്നല്ലേ? അതെ, അത് ഈ മണ്ണ് നാച്ചുറലി നടക്കുന്നതല്ലേ, തന്നെ തുറക്കും. അതേപോലെ ഈ മണ്ണ് ഇട്ട് തിര വരുമ്പോഴത്തേക്ക് മണ്ണിട്ട് മൂടുകയും ചെയ്യും. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള റോക്കാണ്. അതെ. ആനയുടെ രൂപത്തിലുള്ള ആനയുടെ രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ എലിഫന്റ് റോക്ക് എന്നാണ് പറയുന്നത്. എലിഫന്റ് റോക്ക്. പക്ഷെ അപ്പുറത്ത് ആ സ്ഥലം കാണുന്നത് തമിഴ്നാടെന്നാണ് പറയുന്നത്. അതെ. അത് കഴിഞ്ഞാൽ പൊഴിയൂര് കഴിഞ്ഞാൽ കൊല്ലംകോട്. അത് കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരിയിലെ ജില്ലയിലാണ്. അതെ, അല്ലേ? നമ്മളിപ്പോ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും അറ്റത്താണ് നിൽക്കുന്നത്. പൂവാറിൽ വന്നപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബോട്ടിങ്ങും ചെയ്തിട്ട് വന്ന് കടൽപ്പുറത്ത് പോയിട്ട് സീ സൈഡും കൂടെ ആസ്വദിക്കാന്നുള്ളത്. അതെ.
അതോടൊപ്പം തന്നെ പൂവാർ കടൽ തീരം, ഈ കടൽ തീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രധാനമായിട്ട് ഫിഷിംഗ് നടക്കുന്ന മേഖലയാണ്. നമുക്ക് കാണുന്ന കണക്ക് വള്ളങ്ങളെല്ലാം ധാരാളം കാണാൻ കഴിയത്തില്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇവർ ജോലിക്കൊന്നും പോകുന്നില്ല. കാരണം ഈ മൺസൂൺ സീസൺ ആയതുകൊണ്ട് കടൽ ക്ഷോഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് 15 ദിവസമായിട്ട് ഒരു ജോലിക്കും പോകാതെ ഇവിടെ ഇവർ ഇരിക്കുന്നതാണെന്നാണ് പറയുന്നത്. അതാണ് പ്രധാനമായിട്ടും ഈ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന ഇവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കടൽക്ഷോഭം വന്നാലും മഴ വന്നാലും അവർക്കന്ന് ജോലിയില്ലാതെ വരുന്നു എന്നുള്ള ഒരു വിഷമം ഇവിടെ വന്നപ്പോൾ തോന്നി. എല്ലാ ബോട്ടും നമുക്ക് കാണുന്നതൊക്കെ കരയിലിരിക്കുകയാണ്. 15 ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് അവരുടെ ജോലിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു ചൊവ്വര എന്ന് പറഞ്ഞ ഒരു കടൽ തീരവുമുണ്ട്. അവിടെ നമുക്ക് പോയി റിലാക്സ് ചെയ്യാവുന്ന സ്ഥലമാണ്. ഇവിടെ അങ്ങനെ അത്രയും ഇത് ഫിഷിങ്ങിൻ്റെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല, നമുക്ക് കാണാവുന്നത് പോലെ തിരമാലകൾ വളരെ ശക്തമാണ്. ഇവിടെ നദികളും കായലും കടലും എല്ലാം ചേരുന്ന ഒരു അതിമനോഹരമായ സ്ഥലമാണ്. നമുക്ക് ഈ കെട്ടിടങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, രാജാവിൻ്റെ കാലത്ത് ഇത് ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ്, പാറക്കല്ല് വെച്ച് ഉണ്ടാക്കിയതാണ്. അന്ന് മഹാരാജാവെല്ലാം വിശ്രമിക്കാനായിട്ട് ഈ പൂവാറിൽ വന്നിരുന്നു എന്നും ഒരു ചരിത്രമുണ്ട്. കൂടാതെ ഈ നദിയിലൂടെ വഞ്ചിയിൽ പോകുമ്പോൾ ഈ നദി നിറയെ പൂക്കൾ വീണ് കിടന്നതുകൊണ്ട് അങ്ങനെയാണ് ഈ സ്ഥലം പൂവാർ എന്ന് നാമകരണം ചെയ്തതെന്നും ഒരു ഐതിഹ്യമുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഇത് ഇത്രയും മനോഹരമായ സ്ഥലം, ജസ്റ്റ് നമ്മളെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കാണുന്നതെല്ലാം കണ്ടൽക്കാടുകളാണ്. പൂവാറിൽ വരുമ്പോൾ നമ്മൾ ബോട്ട് റൈഡ് എടുത്തു കഴിഞ്ഞാൽ ബോട്ട് പോണ വഴിയാണിത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കണ്ടൽക്കാടാണ്. അതൊരു ഐലൻഡാണ്, അവിടെ ആളുതാമസമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ചുറ്റിയാണ് പോകുന്നത്. ഇത് ഒരു വലിയ ഒരു ഐലൻഡാണ്, കുറേ തെങ്ങുകളും ഇവിടെ കാണുന്നത്. പക്ഷേ വിവിധ തരം പക്ഷികളെ നമുക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇപ്പോൾ കണ്ടൽക്കാടുകളൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഒന്നിൽ മണ്ഡലത്തുരുത്തിൽ പോകണം, അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നുള്ളതാണ്. ഏതായാലും ആ ബോട്ട് റൈഡിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളെല്ലാം വിശദമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഏതായാലും പൂവാർ എന്ന് പറയുന്നത് നമ്മളൊരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനാണ്. പലപ്പോഴും നമ്മൾ ആൾക്കാർ വരുമ്പോൾ കോവളത്ത് പൊക്കളയം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഏതായാലും ഈ പൂവാറിൽ നിന്ന് മറ്റൊരു കടലിൻ്റെ തന്നെ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്, ചൊവ്വര. നമ്മൾ പൂവാറിന്ന് ചൊവ്വര പോകുമ്പോൾ ഏതായാലും കടലിൻ്റെ തീരത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചൊവ്വര പോകുന്ന ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് ഈ അപൂർവമായ ഒരു സംഗമ കാഴ്ച കാണാൻ കഴിഞ്ഞത്. നദി വന്ന് കടലിൽ ചേരുന്ന, ഇതൊക്കെ വളരെ അപൂർവമായ, ഈ കേരള തീരങ്ങളിൽ പല സ്ഥലത്തും ഇത് കാണാമെങ്കിലും വളരെ അപൂർവമായിട്ടാണ് നമുക്ക് അടുത്ത് പോയി കാണാൻ കഴിയുന്നത്. കടൽ ഇങ്ങോട്ട് കയറാൻ ശ്രമിക്കുന്നു, നദി അങ്ങോട്ട് ചേർത്ത് നിർത്തുന്നു, ഇതെല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കടൽ ഇങ്ങോട്ട് ഇതുവഴി കയറുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് വിഴിഞ്ഞം പോർട്ട്. നമുക്കിവിടെ വന്നപ്പോൾ അതിമനോഹരമായ മറ്റൊരു കാഴ്ച കാണാൻ കഴിയുന്നത്, വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ഫുൾ ചരക്കുമായി ഏതോ ഒരു രാജ്യത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ഒരു കപ്പലിനെയും നമുക്ക് ഇതിൻ്റെ പിറകിൽ കാണാൻ കഴിയുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ട് ഈ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വരയിലുള്ള അടിമലത്തുറ ബീച്ചിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ ക്ലീനായിട്ടുള്ള ഒരു ബീച്ചാണ്. നമുക്ക് ഒരു സമാധാനമായിട്ട്
റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ നോക്കിയാൽ തന്നെ ധാരാളം റിസോർട്ടുകൾ, മേജർ റിസോർട്ടുകളുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട്. ഇവിടെ വന്ന് താമസിച്ചിട്ട് നമുക്കിവിടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള അത്രയും ക്ലീനായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. മാത്രമല്ല ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശിവക്ഷേത്രം കാണാൻ കഴിയും. ശിവൻ്റെ ബിംബം കടലിലേക്ക് നോക്കിയിരിക്കുന്നത് കാണാൻ. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനോഹരമായ ഒരു ബീച്ചാണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ കോവളം എന്നതാണ് എപ്പോഴും സ്ഥിരം പറയാറുള്ളത്, പക്ഷേ അതുപോലെ മനോഹരമായ ഒരു ബീച്ചാണ് ഈ അടിമല തുറയിൽ ഉള്ളതും. മാത്രമല്ല ഇവിടെ നല്ലൊരു ഗ്രൗണ്ടുണ്ട്, ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ഫുൾ ഹോളിഡേ റിസോർട്ടുകളുടെ ഒരു ശൃംഖല തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടുണ്ട്. ആയുർവേദ റിസോർട്ടുകളുണ്ട്. അപ്പോൾ ആയുർവേദത്തിനും എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദവും അവിടെ നടക്കും. ഇവിടെ നമുക്ക് ഈവനിങ്ങിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയ അത്രയും മനോഹരമായ ഒരു ബീച്ചാണ് ഈ അടിമല തുറയിലുള്ളത്. വൈകുന്നേരങ്ങളിൽ നമുക്കിവിടെ ഇറങ്ങി വന്നാൽ ഈ അടിമലത്തുറ എന്ന് ഈ പറയുന്ന ഈ സ്ഥലത്തുണ്ടല്ലോ, അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്പലം കാണാം, ഈ പള്ളി കാണാം. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഗ്രൗണ്ട്, കളിക്കാനുള്ള പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഏത് ബീച്ചാണെന്ന് നല്ല ഓർമ്മ വരുന്നില്ല, കണ്ണൂർ ഏതോ ബീച്ചിൽ നമുക്ക് കാർ ഓടിക്കാൻ പറ്റുമല്ലോ തീരത്തിലൂടെ. ഈ മണലെല്ലാം ഇവിടെയും വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വെഡ്ഡിങ് റെക്കോർഡിങ്ങിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണിത്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ധാരാളം ആൾക്കാർ ഈ വെഡ്ഡിങ്ങിനുള്ള സേവ് ദ ഡേറ്റും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള കല്യാണത്തിന് തൊട്ടു മുമ്പുള്ള പ്രീ ഷൂട്ടിങ് എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. നമുക്ക് വണ്ടി കൊണ്ടുവന്നാൽ കാറ് ശരിക്കും ഇവിടെ ഈ തീരത്തിലൂടെ അങ്ങറ്റം ഇങ്ങറ്റം ഓടിക്കാവുന്ന ഒരു സൗകര്യം കൂടെ ഈ ബീച്ചിന് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ നവചിന്തയുടെ മുഖമായ വിഴിഞ്ഞത്താണ്. ഈ വിഴിഞ്ഞം തുറമുഖം കൊണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം എന്തുമാത്രം റിച്ചായെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പലരും പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് കേരളവും ഒരുപക്ഷെ സിംഗപ്പൂർ പോലെ അത്രയും വിശാലമായ അത്രയും പുരോഗതിയുള്ള ഒരു സ്ഥലമായി മാറും എന്നാണ്. ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇന്ന് വിഴിഞ്ഞത്ത് എത്തിയിരിക്കുന്നത് ഈ മൺസൂൺ സീസൺ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും എത്ര മനോഹരമാണ് ഈ കാണുന്ന മൺസൂൺ സീസണിലെ കടൽ. പക്ഷേ കുറച്ച് ക്ഷോഭിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലായി, നമ്മൾ കടലിലൊക്കെ കല്ലിടാറുണ്ട്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടാണ് കല്ലിടുന്നത്. നമ്മളിപ്പോൾ വിഴിഞ്ഞത്ത് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇത് വളരെ നാച്ചുറലായിട്ടുള്ള കല്ലുകളാണ്, ഇതാരും ഇട്ടതൊന്നുമല്ല. അപ്പോൾ ഈ തീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാറക്കെട്ടുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നിരുന്നിട്ടും ഇത്രയും തിരമാലകൾ ഇതിന് മുകളിലൂടെ അടിച്ച് ഇവിടെ വരെ എത്തുന്നുണ്ട്. പല തിരമാലകളും ഇവിടം വരെ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് നമുക്ക് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പോർട്ടിൻ്റെ കാഴ്ചയായിരുന്നാലും ഈ തരത്തിലൂടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ഹൗസ് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞത്തെ ലൈറ്റ് ഹൗസ്, അവിടെയും പോകാൻ പറ്റും. അവിടെ പോയി നിന്നാലും നല്ല വ്യൂ ആണ്. ഇന്ന് കടലെല്ലാം കുറച്ച് റഫാണ്. എന്നിരുന്നാലും വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു അസാധാരണ ഒരു എനർജി ഫീൽ ചെയ്യുന്നൊരു സ്ഥലമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ തോന്നുന്നത്. കടലെല്ലാം ശരിക്കും ഇങ്ങനെ ലൈവ്ലി ആയിട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് പൂവാർ, വിഴിഞ്ഞം തുടങ്ങിയ ഈ സ്ഥലങ്ങളെല്ലാം കൂടെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ സമയമുള്ളവർക്ക്
ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെയെല്ലാം അതിനുള്ള അക്കോമഡേഷനുണ്ട്. ഇവിടെ തന്നെ ആയുർവേദ റിസോർട്ടുകൾ ധാരാളമുണ്ട്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള അവസരം ഇവിടെ ഒരുങ്ങുന്നു. ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകുകയാണ്.